നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മുയൽ കൃഷിയെക്കുറിച്ചാണ്. അത് വലിയ ഫാമായിട്ടുള്ളതല്ല, നമ്മളുടെ വീടുകളിൽ ചെറിയ രീതിയിൽ പെറ്റൊക്കെ ആയിട്ട് വളർത്തുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെയുള്ള മുയലുകൾ ഇതൊക്കെയാണ്. വൈറ്റ് ജെയിൻറ്റ് ഇനത്തിൽപ്പെട്ടതാണ്. എല്ലാം വെള്ള കളറ്, ചുമന്ന കണ്ണുകളൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇതുങ്ങളെ നമ്മൾ ശരിക്കും ഒരു ചെറുതായിരുന്നു, അത് ഇപ്പോൾ നന്നായിട്ട് വലുതായി. ചെറുത് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇവിടെയുണ്ട് കുറച്ച്. ഇതാണ് നമ്മുടെ മുയൽ കുഞ്ഞുങ്ങൾ. ഇവരെ നമ്മൾ സാധാരണ എല്ലാ ദിവസവും തന്നെ ഈ ലോണിലൊക്കെ പതുക്കെ വിടും. അപ്പോൾ ഇവിടെ ഓടി നടന്ന് അതുങ്ങൾ മതിലൊക്കെ ഉള്ള കാരണം അതിൻ്റെ അകത്ത് കിടന്നോളും. എന്നാലും നോക്കാൻ ആരെങ്കിലും നോക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലേക്കൊക്കെ പുറത്തേക്ക് പോവില്ല. എന്നിരുന്നാലും ഒരാൾ നോക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇതിൻ്റെ അകത്തൊക്കെ തുറന്നു വിടും. എന്നിട്ട് ഇതുങ്ങൾക്ക് എപ്പോഴും വെള്ളം വെച്ച് കൊടുക്കണം. ചൂട് സമയമൊക്കെ ആയാലും എപ്പോഴും വെള്ളം കുടിക്കും. ഇവിടെ നമ്മൾ പുറത്ത് തുറന്നു വിട്ട് കഴിയുമ്പോൾ ഇതുങ്ങൾക്ക് കഴിക്കാനുള്ള പുല്ലൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഈ ലോണിലുള്ള ബഫല്ലോ ഗ്രാസൊക്കെ അത് കഴിക്കും. എല്ലാ പുല്ലുകളും തന്നെ ഇതുങ്ങൾ തിന്നോളും. അതാണ് വേറൊരു പ്രത്യേകത. നമ്മൾ സെപ്പറേറ്റ് ഒരു പുല്ല് അങ്ങനെ കൊടുക്കണമെന്നില്ല. പിന്നെ അതുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുല്ലാണ് ഈ അപ്പപ്പുല്ലെന്ന് പറയുന്നത്. അതായത് നമ്മളിവിടെ പറമ്പിലുണ്ട്, അപ്പോൾ അത് പറിച്ച് ചിലപ്പോൾ കൊടുക്കാറുണ്ട്. ഈ കാണുന്നതാണ് അപ്പപ്പുല്ല്. ഒരു മഞ്ഞ പൂ വരുന്നത്, അത് ഭയങ്കര ഇഷ്ടമാണ് അതുങ്ങൾക്ക്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ പറിച്ച് അതുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. രാവിലെ ഒരു നേരം നമ്മൾ ഈ ചോളത്തോടും കുറച്ച് ചോറും കൂടി മിക്സ് ചെയ്ത് ഒരു പാത്രം കൊടുക്കും. പിന്നെ പുല്ല് വെച്ച് കൊടുക്കും. അതുപോലെ തന്നെ പുറത്ത് അഴിച്ചു വിടും. കൂടുതലായിട്ട് പിന്നെ വേറെ ഭക്ഷണങ്ങളൊന്നും കൊടുക്കാറില്ല. ഈ ചോളത്തോടും ചോറും കൂടി വെച്ച് കൊടുത്താൽ നന്നായിട്ട് തിന്നോളൂ നിങ്ങൾ. അതുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണത്, ആ ഭക്ഷണം. ഇതുങ്ങൾ തീറ്റ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇരുന്ന് നന്നായി അത് ഫുൾ തീരുന്നവരെ ഇരുന്ന് കഴിച്ചോളും. നമ്മുടെ വീടുകളിലൊക്കെ പെറ്റായിട്ട് വളർത്താൻ പറ്റിയ ചെറിയ ഒരു മൃഗമാണ് ഈ മുയലുകൾ. ഭയങ്കര രസമാണ് അതുങ്ങൾ കാണിക്കുന്നത്. നമുക്ക് യാതൊരു ഉപദ്രവം ഉണ്ടാക്കുകയില്ല. നമ്മൾ കറക്റ്റായിട്ടൊന്ന് നോക്കണം, ശ്രദ്ധിച്ച് വളർത്തണം, അത്രയേ ഉള്ളൂ. നമ്മളുടെ കൂടെന്ന് പറയുന്നത് ഇതാണ്. ശരിക്കും ഇത് പഴയൊരു ആട്ടുംകൂടാണ്. അപ്പോൾ ഇതുള്ള കാരണം നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കമ്പി കൊണ്ടുള്ള കൂടാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ പുതിയതായിട്ട് കൂടുകളൊന്നും ഇല്ലെങ്കിൽ ആ കമ്പി കൊണ്ടുള്ള കൂട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇത് നമ്മൾക്ക് ഇങ്ങനെ ഒരു കൂടുള്ള കാരണം നമ്മളിത് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കൂടാണ്. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഇതിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ കൂട് എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം. കുറഞ്ഞത് ഒരു 2 ദിവസത്തിനുള്ളിലെങ്കിലും ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന താഴെ ഒന്നും നനയാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഫ്ലോർ മാറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മളുടെ തീറ്റ ഇട്ട് കൊടുക്കുന്ന സ്ഥലം. ഈ ചരിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് പുല്ലിട്ട് കൊടുക്കും. അല്ലാത്ത സമയത്ത്, പുറത്തല്ലാത്ത സമയത്ത് കൊടുക്കുന്നതാണ് ഈ അപ്പപ്പുല്ല്. ഇവിടെ ധാരാളം അപ്പപ്പുല്ലുണ്ട്. അല്ലാത്ത പുല്ലും തിന്നും. എല്ലാ പുല്ലും പറിച്ചു കൊടുക്കും. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഒരു ഇരുമ്പിൻ്റെ നെറ്റുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പുറത്തുനിന്ന് വന്ന് നിങ്ങൾ വലിച്ച് കഴിച്ചോളും. ഈ രീതിയിൽ ഇട്ടേക്കും. അപ്പോൾ ഇങ്ങനെ ചരിച്ച് വെച്ച് കൊടുക്കും. അപ്പോൾ ഇവിടെ നിന്ന് വലിച്ച് അതെടുത്തോളും. ഇവിടെ ഒരു വള്ളി വെച്ച് കെട്ടിയിട്ടുണ്ട് മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇതിങ്ങനെ ചരിച്ചിട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇത് കഴിക്കുന്നത്. ഇതുപോലത്തെ ആട്ടുംകൂട് അങ്ങനെയുള്ള മരത്തിൻ്റെ കൂടൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രധാനമായും ഇതുപോലത്തെ ഫ്ലോർ മാറ്റ് മേടിച്ച് തരണം. അപ്പോൾ ഇത് എപ്പോഴും നനയാത്ത രീതിയിൽ എപ്പോഴും വൃത്തിയായിട്ട് ഇരുന്നോളും. കാട്ടമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ അടിയിലേക്ക് പോയിക്കോളും. നമ്മൾ 2 ദിവസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യുക. ഇത് ഏകദേശം നമുക്ക് 130 രൂപയാണ് വന്നത്. നല്ല കട്ടിയുള്ള ടൈപ്പാണ്. അപ്പോൾ ഇത് ഇടുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. ഇത് ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് ഇവിടെ.
2 ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. ആ ലോക്കിങ്ങിലേക്ക് നമുക്ക് ലോക്ക് ചെയ്തിടാൻ പറ്റും. ഇവിടെ അതിൻ്റെ ഗാഡിയുണ്ട്. ഈ ഗാഡി ഇതിൻ്റെ അകത്തേക്ക് കയറ്റി ഇങ്ങനെ ഇട്ടത് രണ്ടും കൂടി ജോയിൻ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇത് ആട്ടുംകൂട് പോലത്തെയൊക്കെ ആണെങ്കിൽ ഇതെന്തായാലും വാങ്ങിച്ചിടണം, അല്ലെങ്കിൽ അതിന് അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. ഈ കൂട്ടിൽ നമ്മൾ ഫ്ലോർ മാറ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാതെ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫ്ലോർ മാറ്റ് നല്ല വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോഴുള്ള ഗുണം നമുക്ക് വേണ്ട, ഇതിൽ കാട്ടം ഇട്ടാലും മൂത്രമൊക്കെ ഒഴിച്ചാൽ തന്നെ ഇതെല്ലാം താഴേക്ക് പോയിക്കോളും. വേണമെങ്കിൽ ഒരു 2-3 ദിവസത്തിനുള്ളിൽ എടുത്തിട്ട് 3 ദിവസം കഴിയുമ്പോൾ എടുത്ത് ഈ നമ്മളുടെ ഫ്ലോർ മാറ്റ് എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്തിടാണെങ്കിൽ നന്നായിരിക്കും. പ്രധാനമായിട്ട് നമ്മൾ പുല്ല് കൊടുക്കുമ്പോൾ നനവുള്ള പുല്ല് കൊടുക്കരുത്. മഞ്ഞൊക്കെ വീണ് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറ്റിപ്പോയതിന് ശേഷം ഒന്ന് തോർന്നതിന് ശേഷം ആണ് അത് കൊടുക്കേണ്ടത്. നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ തലേ ദിവസം ഈ പുല്ല് ഇവിടെ ഒരു കൂടുണ്ട്, അതിൻ്റെ അകത്ത് പറിച്ചു വയ്ക്കും. അപ്പോൾ അത് അതിൻ്റെ വെള്ളമൊക്കെ ഉള്ളതൊക്കെ പോയിക്കോളും. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് എടുത്ത് കൊടുക്കാവുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ വെള്ളമായ പുല്ലുകളൊന്നും കൊടുക്കാതിരിക്കുക. പിന്നെ ഫംഗൽ ബാധ വരാത്ത രീതിയിൽ നമ്മൾ കൂടൊക്കെ വളരെ ക്ലീനായിട്ട് കൊണ്ടുവന്ന് നടക്കുക. ദിവസവും വെള്ളം കൊടുക്കുക. വെള്ളം കൊടുക്കുന്നത് അതുപോലെ തന്നെ ആ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാ ദിവസവും വെക്കുക. ഭക്ഷണം കൊടുക്കുന്ന പാത്രം ക്ലീൻ ആയിരിക്കണം. അപ്പോൾ വലിയ അസുഖങ്ങളൊന്നും വരാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാതെ ശ്രദ്ധിക്കാതെ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖങ്ങൾ വരും. ഇത് പെട്ടെന്ന് സെൻസിറ്റീവാണ്, പെട്ടെന്ന് ചത്തുവാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ചെറിയ ചെറിയ വീഡിയോസാണ്. ഇപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു തരുന്നത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും. കൂടുതലായിട്ട് വലിയ ഫാമിംഗ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ.